ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് സോളിഡ് സ്റ്റേറ്റ്, അതായത് +2 കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ്. അതിലത്തെ ചെറിയൊരു പാർട്ടാണ്, ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 5-6 ഡിഫറൻസ് നമ്മൾ എന്തായാലും പഠിച്ചു കൊടുക്കുന്നത്. മിക്കവാറും നമ്മൾ എക്സാമിന് കാണുന്നൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡിലുള്ള പോർഷൻ. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് സോളിഡ്? സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ സോളിഡിൽ പാർട്ടിക്കിൾസ് എങ്ങനെ ഉണ്ടാവുക? ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലെ? വളരെ അടുത്തടുത്ത സ്ഥിതിയിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ അവ തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? ഫോഴ്സ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ്. ഇതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ അതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഡിഫറൻസ് മീൻസ് അവിടെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് സോളിഡ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ കുറച്ചധികം കാര്യങ്ങൾ, അതിന്റെ അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ്, അതൊക്കെ നമ്മളിവിടെ പഠിക്കും. അപ്പോൾ നമ്മൾ സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, അത് ഉണ്ടാക്കിയിരുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ പറഞ്ഞ പേരാണ് കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയും. കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് ബിൽഡ് ചെയ്ത പാർട്ടിക്കിൾസിനെ നമ്മൾ കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ പറഞ്ഞു. ഇറ്റ് മേ ബി അറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടെന്നിരിക്കുന്നു. അതായത് സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എന്താവാ ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ്. ആദ്യം അത് മനസ്സിലാക്കി വെക്കുക, എന്താണ് കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്നുള്ളത്. അപ്പൊ ഞാൻ ആ ഡിഫറൻസിലേക്ക് നമുക്ക് ഫസ്റ്റ് പോവാം. ഫസ്റ്റ് ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിഫറൻസ് പറയുന്നത്? ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വിച്ച് മേ ബി എന്താവാ ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ്. പാർട്ടിക്കിൾസ് അത് ഉണ്ടാക്കിയിട്ടുള്ള പദാർത്ഥം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അവിടെ പറയുന്നത് എന്താണ്? ലോങ് റേഞ്ച് ഓർഡർ ആണ്, മറ്റേത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. എന്താണ് ഈ ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത്? അപ്പൊ ഒരു സോളിഡ് എടുത്താൽ അതിൽ ത്രൂ ഔട്ട്, ശ്രദ്ധിക്കണേ, ത്രൂ ഔട്ട് ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അത്തരം സോളിഡ്സിനെ നമ്മൾ അത്തരം അറേഞ്ച്മെന്റ് നമ്മൾ എന്താ പറയുക? ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സോളിഡ് എടുക്കുന്ന നമ്മൾ ആ സോളിഡ് എടുത്തിട്ട് ആ സ്ട്രക്ചർ മൊത്തത്തിൽ ഒരു ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു സോളിഡ് എടുക്കുന്നു, ഒരു സോളിഡ് എടുത്താൽ അതിൽ ചില ഭാഗത്ത് മാത്രമേ ഓർഡർ ഉണ്ടാകുന്നുള്ളൂ, മറ്റേ ഭാഗത്ത് തീരെ ഓർഡർ ഇല്ല. ആ അറേഞ്ച്മെന്റ് നമ്മൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയും. ഓക്കെ, അവിടെ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട, എന്താണെന്ന് മനസ്സിലാക്കണം. എന്ത് ഈ ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച് എന്ന് പറയും. അപ്പൊ ലോങ് റേഞ്ചിൽ എന്താ പറയേണ്ടത്? ഹിയർ എ ഓർഡർലി അറേഞ്ച്മെന്റ് ഈസ് പ്രസന്റ് throughout the solids. Okay, here a orderly arrangement is present throughout the solids. That is called long range order. Clear ആയില്ലേ പറഞ്ഞത്? അതായത് സോളിഡിൽ മൊത്തം ഒരു ഓർഡർ ആയിട്ട് അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ മൊത്തത്തിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഹിയർ എന്താണ്? ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. മനസ്സിലായില്ല? അപ്പൊ അവിടെ എന്താണ്? നോ ഓർഡർലി അറേഞ്ച്മെന്റ് ഈസ് പ്രസന്റ് ത്രൂഔട്ട് ദ സോളിഡ്സ്. ആ സോളിഡ് മൊത്തത്തിൽ ഓർഡറായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ അത് മനസ്സിലാക്കണം, എന്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഓർത്ത് വെച്ചാൽ അത് നമുക്ക് ആ ഡിഫറൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ ഷേപ്പ്. ഷേപ്പിന്റെ അടിസ്ഥാനം എന്താണ്? ഷേപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ്? പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താണ് ഇവിടെ മീൻസ് എന്താണ്? അവിടെ ഓർഡർ അറേഞ്ച്മെന്റ് ആണ് ത്രൂ ഔട്ട്. ഇവിടെ ഓർഡർലി അറേഞ്ച്മെന്റ് ഇല്ല. നമ്മുടെ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയും. രണ്ടാമത്തെ ഷേപ്പ് ആണ്. ഷേപ്പ് പറയുന്ന സമയത്ത് ഇവിടെ എന്താണ്? ജിയോമെട്രിക്കൽ ഷേപ്പ് പറയുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജിയോമെട്രിക്കൽ ഷേപ്പ്. അതിന് കൃത്യമായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ
എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങളുണ്ടാവും, അത് വേറെ ആയിരിക്കും ഉണ്ടാവില്ല. ഓക്കെ, എൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങൾ അത് വേറെ ആയിരിക്കും ഉണ്ടാവില്ല. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു. ഒരാൾക്ക് അവരുടേതായിട്ടുള്ള ഗുണങ്ങൾ, അത് മീൻസ് വേറെ ആരും കിട്ടാത്ത നമ്മളെ തന്നെയുള്ള ഗുണങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ് കൃത്യമായിട്ടും പിന്നെ അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ വേറെ ആർക്കും ഇല്ലാത്തത്. മനസ്സിലായി? ഇപ്പൊ NaC എന്നൊരു സാധനം എടുക്കുന്നത്, NaC എന്ന മീൻസ് അതൊരു ഡയമണ്ട് എന്ന് പറഞ്ഞത് ക്രിസ്റ്റൽ സോൾഡിന്റെ എക്സാമ്പിൾ ആണ്. ആ ഡയമണ്ടിന്റെ പ്രോപ്പർട്ടി വേറെ ഒന്നും ഉണ്ടാവില്ല, ഡയമണ്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു, ഒരാൾക്ക് മാത്രമുള്ള ഗുണം. അപ്പൊ ഇവിടെ എന്താ ഡെഫിനറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക് ഷേപ്പ്, ഒരു കൃത്യമായിട്ട് ഷേപ്പ് ഉണ്ടാവുക. ഇവിടെ എന്തായിരിക്കും നോൺ ഡെഫിനറ്റ്, കൃത്യമായ ഷേപ്പ് ഇല്ല, നോൺ ഡെഫിനറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്. അവിടെ കൃത്യമായിട്ടൊരു ഷേപ്പ് ഒന്നും ഇല്ല അവിടെ. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പഠിച്ചിട്ട് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വ്യക്തമാവും. ബട്ട് ഡയമണ്ട് മീൻസ് നമ്മൾ ക്രിസ്റ്റലൈൻ സോൾഡിന്റെ എക്സാമ്പിൾ ആയി പറയുന്നത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അതേപോലെ വേണമെങ്കിൽ NaCl, നാഫ്തലിൻ, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഈ ക്രിസ്റ്റലൈൻ സോൾഡിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനൊക്കെ ഡയമണ്ട് എടുത്താൽ നമുക്കറിയാം, ഗ്രാഫൈറ്റ് എടുത്തറിയാം, സോഡിയം ക്ലോറൈഡ് എടുത്തറിയാം, നാഫ്തലിൻ അറിയാം. അതിനൊക്കെ എന്തുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട് അല്ലെ, ജോമെട്രിക് ഷേപ്പ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ഇവിടെ ആണെങ്കിലോ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്, ഗ്ലാസ്, അതേപോലെ തന്നെ വേണമെങ്കിൽ റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, ഇതൊക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്? ഈ അമോർഫസ് സോൾഡിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനൊന്നും ഉണ്ടാവില്ല, ഒരു കൃത്യമായി ഷേപ്പ് ഇല്ല എന്നല്ല, ഷേപ്പ് ഉണ്ടാവും. ഇപ്പൊ റബ്ബർ എടുത്താൽ ഷേപ്പ് ഉണ്ടാവും. അപ്പൊ ജ്യോമെട്രിക്കൽ ഷേപ്പ് ഇല്ല, ഷേപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നോ ഡെഫിനറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആയി. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ്. ആലോചിച്ച മനസ്സിലാക്കുന്നത് ഇവിടെ പാർട്ടിക്കിൾസിന്, ക്രിസ്റ്റലൈൻ സോൾഡ്സിന് പാർട്ടിക്കിൾസിന് എങ്ങനെയാണ് ഒരു റെഗുലറും അതുപോലെ തന്നെ ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ട്, ഒരു കൃത്യമായി അറേഞ്ച് ഉണ്ട്. അത് പർട്ടിക്കുലർലി കൃത്യമായി അറേഞ്ച് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേബിൾ ആണെങ്കിൽ നോർമലി അത് എളുപ്പത്തിൽ മെൽറ്റ് ചെയ്യില്ല. നമ്മൾ ഹൈ ഹീറ്റ് അല്ലെ ഹൈ ടെമ്പറേച്ചർ കൊടുത്താലേ മെൽറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് അവിടെ പറയുന്നത് ഇറ്റ് ഹാവ് ഡെഫിനറ്റ് മെൽറ്റിംഗ് പോയിന്റ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും. വളരെ കൂടുതലായിരിക്കും എന്ന് പറയുന്നത് എന്താ പറയാ? ഇറ്റ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ മെൽറ്റിംഗ് പോയിന്റ് കൃത്യമായിരിക്കും, അല്ലെങ്കിൽ ഹൈ ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഓർഡർ ഓർഗനൈസ് ആകുമ്പോൾ കൃത്യമായിട്ട് ഓർഡർ ഉണ്ട്, അതേപോലെ തന്നെ ഷേപ്പ് ഉണ്ട്. ഓൾറെഡി ഷേപ്പും ഓർഡറും ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേബിൾ ആവുന്ന സമയത്ത് എന്താണ് അവർ കൃത്യമായിട്ട് ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അത് ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ് ഹാവ് ഡെഫിനറ്റ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒക്കെയാണ്. ഇറ്റ് നോട്ട് ഹാവിങ് ഡെഫിനറ്റ് മെൽറ്റിംഗ് പോയിന്റ്. അതിനെന്തില്ല, കൃത്യമായിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ് ഡയമണ്ട് എടുത്താൽ കൃത്യമായ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. പ്ലാസ്റ്റിക് എടുത്താൽ ഓരോ പ്ലാസ്റ്റിക്കിനും ഓരോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് കൃത്യമായിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ് ഇല്ല, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കുറവാന്ന് പറയാം. ലോ മെൽറ്റിംഗ് പോയിന്റ്, അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വൺ, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അത് വേർഡത്തിന് എടുത്ത് കഴിഞ്ഞ കുറച്ച് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഹീറ്റ്, എന്താ ഫ്യൂഷൻ? അപ്പൊ ഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഉരുകുക. ഓക്കെ, ഉരുകുന്ന സമയത്ത് അവിടെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ടാവും? എനർജീനെ റിലീസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ്. ഓക്കെ, അപ്പൊ മീൻസ് ഫ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്. അപ്പൊ നമ്മൾ എന്താ സോളിഡ് ആണ്, അതിന് ഉരുക്കണം. അപ്പൊ അതിന് അവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടി വരും? ഹീറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനെ നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമുക്ക് അറിയാതെ ഈ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നോർമലി സ്റ്റേബിൾ ആണ്. അപ്പൊ സ്റ്റേബിൾ ആവുന്നെങ്കിൽ നമ്മൾ അവിടെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, ഫ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും, ഉരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പുറം എന്തായിരിക്കും? നോ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതുകൂടെ മനസ്സിലാക്കി കേട്ടോ. നോ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇവിടെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കറക്റ്റ് ആയിട്ടുണ്ട്, അവിടെ അതില്ല. നെക്സ്റ്റ് വൺ, മോഡ് ഓഫ് ക്ലീവേജ്. എന്താ മോഡ് ഓഫ് ക്ലീവേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തിനെ ക്ലീവ് ചെയ്യുക എന്ന് വെച്ചാൽ മുറിക്കുക. മുറിച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതാണ് നമ്മൾ
മോഡ് ഓഫ് ക്ലീവേജ്. മോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് സംഭവിക്കുന്നത്, മീൻസ് അതിന്റെ എന്താണ് അതിൽ നമ്മൾ ക്ലീവ് ചെയ്താൽ എന്ത് ടൈപ്പാണ്, ക്ലീവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടൈപ്പ് എന്താണ്, അതാ ഉദ്ദേശിക്കുന്നത് മോഡ്. മോഡ് എന്ന് വെച്ചാൽ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ടൈപ്പ് ഓഫ് ക്ലീവേജ് അല്ലെങ്കിൽ മോഡ് ഓഫ് ക്ലീവേജ് എന്ന് പറയുന്നത്. അതെന്താണ്, ഗിവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. നമ്മൾ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു മീൻസ് ഡയമണ്ട് എടുത്ത് കട്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് ഹാഫ് കിട്ടുമല്ലോ, രണ്ട് ഹാഫ് എന്തായിരിക്കും, റെഗുലർ ആയിരിക്കും. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഗിവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് പാർട്ട് കിട്ടും, ആ രണ്ട് പാർട്ടും റെഗുലർ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ when we cut ഏതിനാണ്, ക്രിസ്റ്റലൈൻ സോൾഡ് ബൈ യൂസിങ് എ നൈഫ്, ഒരു കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ we get different part having regular shape. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് പാർട്ട് കിട്ടി, രണ്ട് പാർട്ടിനും റെഗുലർ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറയുന്നത് ഈ വേർഡ് പറഞ്ഞാൽ മതി, ഗിവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. ക്ലീവ് ചെയ്യുന്ന സമയത്ത് റെഗുലർ ആയിട്ടായിരിക്കും ക്ലീവ് ചെയ്യുന്നത്, റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. നെക്സ്റ്റ് ഇറ്റ് ഗിവ് ഇറഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. മനസ്സിലായി? അപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ പറയുന്നത് ഇവിടെ ഈ റബ്ബർ, ഏതിന്, അമോർഫസ് സോളിഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റബ്ബർ പറയുന്നത്. അപ്പൊ റബ്ബറിന് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കൈ കൊണ്ട് പിടിച്ചു നോക്കുക റബ്ബറിനാ. അപ്പൊ രണ്ട് കഷ്ണമായി മാറി. ആ രണ്ട് കഷ്ണത്തിനും റെഗുലർ ഷേപ്പ് ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും റെഗുലർ ഷേപ്പ് ഉണ്ടാവില്ല ആ രണ്ട് കഷ്ണത്തിനും. അതാ പറയുന്നത്, നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് പാർട്ട് കിട്ടി, രണ്ട് പാർട്ടിനും എന്തായിരിക്കും അവിടെ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. ഏതിന്റെ കേസിൽ ഉണ്ടാവുക, അമോർഫസ് സോളിഡിന് ഉണ്ടാവുക. കട്ട് ചെയ്തിട്ട് കിട്ടുന്ന പാർട്ടിന് റെഗുലർ ഷേപ്പ് ആർക്കുണ്ടാവുക, ക്രിസ്റ്റലൈൻ സോളിഡിന്റെ കേസിൽ ഉണ്ടാവുക. ഓക്കെ, അത് മാറിപ്പോണ്ട് പഠിക്കുക. രണ്ട് സൈഡ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാർക്ക് 0 ആവും. ശ്രദ്ധിക്കണം എഴുതുന്ന സമയത്ത്. അപ്പൊ ഇറ്റ് ഗിവ് ഇറഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. ക്ലിയർ ആയാലോ? റബ്ബറിന്റെ എക്സാമ്പിൾ എടുത്തു വെച്ചാൽ മതി. റബ്ബർ നമ്മൾ കട്ട് ചെയ്യുന്നു, രണ്ട് പാർട്ടായി മാറുന്നു, രണ്ടിനും ഇറഗുലർ ആയി കൃത്യമായിട്ട് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അല്ലേ, നമ്മളൊക്കെ എങ്ങനെ കുറിച്ചാലും. അപ്പൊ ഇറഗുലർ ഷേപ്പ് ഓൺ കട്ടിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ഐസോട്രോപി, അനൈസോട്രോപി. എന്താണ് ഐസോട്രോപി, അനൈസോട്രോപി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഒരു സോളിഡ് എടുത്തു, ആ സോളിഡിന് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇപ്പൊ ഡയമണ്ട് ആയാലും ഗ്രാഫൈറ്റ് ആയാലും NaCl ആയാലും അതിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ ക്രിസ്റ്റലിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ പ്രോപ്പർട്ടി എല്ലാ ഡയറക്ഷനിലേക്കും, ഞാൻ ഒരു ഗ്രാഫൈറ്റിന്റെ കയ്യിലിരിക്കാം, ഒരു ഗ്രാഫൈറ്റ് എന്റെ കയ്യിലുണ്ട്. ആ ഗ്രാഫൈറ്റിന് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അല്ലെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, എന്തെല്ലോ ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലേക്കും ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ത് പറയുന്നത്, ഐസോ സെയിം ഐസോട്രോപി എന്ന് പറയും. മനസ്സിലായി? അപ്പൊ എന്താണ്, ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, mechanical properties etc are same in all direction of the solids. That property is called as isotropic. Okay, ഇത് നമ്മൾ പറഞ്ഞുള്ളൂ. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഏത് കൂടെ നിങ്ങൾക്ക് പറയട്ടോ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി. ഞാൻ ഇതൊരു സോളിഡ് എടുത്തിട്ട് ഇതൊക്കെ മെഷർ ചെയ്യുന്നു. ഡയമണ്ട്, ഞാൻ പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുക, ഡയമണ്ട് എടുക്കുന്നത്, ഡയമണ്ട് എടുത്തിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടക്ടിവിറ്റിയെല്ലാം ഞാൻ മെഷർ ചെയ്യുന്നു. അപ്പോൾ ഡയമണ്ടിൽ മൊത്തം ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, ഒരേ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ ഡയമണ്ടിന്റെ കേസ് അങ്ങനെ വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ പറയുക, ഐസോട്രോപ്പി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഐസോട്രോപ്പി, ഡയമണ്ട് ഐസോട്രോപ്പി പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഐസോട്രോപ്പിക് സ്വഭാവം കാണിക്കുന്നത് ആരാണ്, അമോർഫസ് ആണ്. ഐസോട്രോപിക് സ്വഭാവം കാണിക്കുന്നത് ഇതെന്താണ്, അനൈസോട്രോപിക് ആണ്. ഓക്കെ, അപ്പോൾ അനൈസോട്രോപിക്കിന്റെ ഡെഫിനിഷൻ എന്താ പറയാ, ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് റിഫ്രാക്റ്റീവ്, ശ്രദ്ധിക്കേണ്ടത് ഐസോ എന്ന് പറയുന്ന സെയിം നോക്കി വെച്ചാൽ മതി. ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ കണ്ടക്റ്റീവ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സെട്ര ആർ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സോളിഡ്സ്. ഓക്കെ, എന്താ പറഞ്ഞത്, ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് തെർമൽ കണ്ടക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സെട്ര ആർ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സോളിഡ്സ്. അത് ഓരോ പാർട്ടിലും ഓരോ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ that is called anisotropy in nature.
അപ്പോൾ നമ്മൾ ഐസോട്രോപിക് ആണ്. ഐസോട്രോപിക് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കണ്ടക്ടിവിറ്റി, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഏതുവാടി നമ്മുടെ പ്രോപ്പർട്ടീസ് ജനറൽ പറഞ്ഞാൽ ജനറലി പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ത്രൂ ഔട്ട് ദ സോളിഡ്സ്. ഓക്കെ, ആ സോളിഡിൽ മൊത്തം ഒരേ പ്രോപ്പർട്ടിയെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നു, നമ്മളതിന്റെ ഐസോട്രോപിക് ഇൻ നേച്ചർ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഐസോട്രോപിക് ആരാണ്? അമോർഫസ് ആണ്. മാറിപ്പോലെ ഇത് തിരിഞ്ഞുകൊണ്ട് സാധാരണ എടുത്ത സമയത്ത് കറക്റ്റ് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്ക് വേറൊരു പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ പറയുന്ന നിർമ്മാണം അതുകൂടെ നോട്ട് ചെയ്യുക. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമ്മൾ പറയുന്ന പേര് സ്യൂഡോ സോളിഡ്സ് എന്നാ പറയാം. എന്താ സോറി, ക്രിസ്റ്റലൈൻ നമ്മൾ എന്താ പറയും, ട്രൂ സോളിഡ്സ് എന്ന് പറയും. ട്രൂ സോളിഡ് സത്യമായിട്ട് കൃത്യമായി സോളിഡ് ആണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ എന്താ പറയാ, നമ്മൾ പറഞ്ഞ കാരണം ദിസ് ആർ കോൾഡ് ട്രൂ സോളിഡ്സ്. സ്പെസിഫിക് ഇവിടെ അഡീഷണൽ പോയിന്റ് കണ്ടപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം നാച്ചുറൽ സോളിഡ്സ്. നാച്ചുറൽ ഓഫ് സോളിഡ്സ് എക്സ്ട്രാ അടിയിലാണ് ഏഴാമത്തെ പോയിന്റ് ആയിട്ട് നമ്മുടെ സ്ഥലം വിടുന്നത് നാച്ചുറൽ ഓഫ് സോളിഡ്സ്. സോളിഡ്സിന്റെ നാച്ചുറൽ എന്താ ഇവിടെ പറയുന്നത്? സോളിഡ്സിന്റെ നാച്ചുറൽ പറയുന്ന സമയത്ത് ഇവിടെ ട്രൂ സോളിഡ്സ് എന്ന് പറയാം. അപ്പുറത്തെ കേസിൽ നമ്മൾ എന്താ പറയണ്ടേ, സ്യൂഡോ സോളിഡ്സ് എന്ന് പറയും. എന്താ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്യൂഡോ സോളിഡ്സ്, അതായത് ക്രിസ്റ്റലൈൻ ട്രൂ സോളിഡ്സ് ആണ്, സംശയിക്കാനൊന്നുമില്ല. ഇതിൽ നമ്മൾ എന്താ പറയുക, സ്യൂഡോ സോളിഡ്സ്. സ്യൂഡോ എന്ന് പറയുമ്പോൾ എന്താണ്? തട്ടിപ്പ് മീൻ ചെയ്യും. ആക്ച്വലി അത് സോളിഡ് അല്ല, പക്ഷെ എന്ത് ചെയ്യുന്നതാണ്, സോളിഡിനെ പോലെ ബിഹേവ് ചെയ്യും. അതാണ് നമ്മൾ എന്താ പറയുക സ്യൂഡോ. നമുക്ക് തോന്നുന്ന കാണുന്ന സമയത്ത് എന്താ തോന്നുന്നത്, സോളിഡ് ആയിട്ട് ബിഹേവ് ചെയ്യും, പക്ഷെ ആക്ച്വലി സോളിഡ് അല്ലാത്ത ഒരു സാധനം. അതാണ് നമ്മൾ പറയുന്നത് സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി അമോർഫസ് എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡ് ലൈക്ക് പ്രോപ്പർട്ടിയെ കാണിക്കാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഏതിന്റെ ബിഹേവിയർ ആണ്? ഈ അമോർഫസ് സോളിഡിന്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് പോലെ തന്നെ ബിഹേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയും. ഇവിടെയാണ് ട്രൂ സോളിഡ്സ് എന്ന് പറയും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ട്രൂ സോളിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാൻ വേണ്ടി കാരണം എന്താണ്? നമ്മളിപ്പോ ചില ക്വസ്റ്റ്യൻ ചോദിക്കും അവിടെ എന്താ, നമ്മളെ ഈ ഗ്ലാസ് പാനൽ ഉണ്ടല്ലോ, നമ്മുടെ ഓൾഡ് ബിൽഡിങ്ങിലെ നോക്കുക. നിങ്ങളുടെ വീട് പഴയതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. പഴയ വീടിന്റെ ഈ ഗ്ലാസ് പാനൽ ശ്രദ്ധിക്കുക. പുതിയ വീട്ടിലുണ്ടാവുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ നോർമലി ജനലിന്റെ ഗ്ലാസ് നോക്കുക. ജനൽ ഗ്ലാസ് നോക്കുന്ന സമയത്ത് അതിന്റെ ടോപ്പ് ഭാഗം നേർത്തിട്ടുണ്ടാവും. താഴത്തെ ഭാഗത്ത് പഴകിയ വീടാണ് ഞാൻ പറഞ്ഞത്, പുതുതായിട്ട് ഒത്തിരി കാണില്ല. ടോപ്പ് ഭാഗം നേർത്തതും അതിന്റെ താഴത്തെ ഭാഗം വിൻഡോന്റെ ഗ്ലാസ് നോക്കുന്ന സമയത്ത് താഴത്തെ ഭാഗം എന്തായിരിക്കും, കുറച്ച് തടിച്ചിട്ടുണ്ടാവും. എന്ത് സംഭവിക്കുന്നുണ്ടാവും? കുറെ കാലം കഴിയുന്ന സമയത്ത് ആ മുകളിലുള്ള ഗ്ലാസ് എന്ത് ചെയ്യും, താഴെ ഗ്ലാസ് ആണല്ലോ, എന്ത് ചെയ്യുന്നുണ്ടാവും, താഴത്തേക്ക് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാൻ വേണ്ടി കാരണം ബിക്കോസ് ഇറ്റ് ഷോസ് എ ടെൻഡൻസി ടു ഫ്ലോ. ഓക്കെ, അത് മനസ്സിലാക്കിയോ കേട്ടോ. അതായത് സാധാരണ ലിക്വിഡ് അല്ലേ ഫ്ലോ ചെയ്യാം, ലിക്വിഡിനെ പോലെ തന്നെ അമോർഫസ് സോളിഡ്സ് ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പഴയ ബിൽഡിങ്ങിന്റെ ഒക്കെ ഈ ജനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഗ്ലാസ് പാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, മുകൾ വശത്ത് മീൻസ് കട്ടി കുറവായിരിക്കും, താഴത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവും കട്ടി കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് കാരണം ബിക്കോസ് റീസൺ ഞാൻ പറയുന്നത് ബിക്കോസ് ഗ്ലാസ് സ്യൂഡോ സോളിഡ്സ് ആണ് അല്ലെ. ഗ്ലാസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഏതാണ്? ഗ്ലാസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആൻസർ കണ്ടത്. ഗ്ലാസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അമോർഫസ് സോളിഡ്സ്. ഗ്ലാസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അമോർഫസ് സോളിഡ്സ്, ഓൾസോ കോൾഡ് എന്ന് പറഞ്ഞാൽ സ്യൂഡോ സോളിഡ്സ്. And which shows which have a tendency to flow. അതിനെന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? ഫ്ലോ ചെയ്യാന്ന് വെച്ചാൽ മുകളിലേക്ക് ഒരിക്കലും ഒഴുകില്ലല്ലോ, താഴത്തോട്ട് ഒഴുകാം. അപ്പൊ മുകൾ ഭാഗത്ത് താഴത്തേക്ക് ഒഴുകി വരുന്നുണ്ട് ഈ ഗ്ലാസ്. അതുകൊണ്ട് താഴത്ത് കട്ടി കൂടുതൽ വരും. അപ്പൊ ബിക്കോസ് ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് സ്യൂഡോ സോളിഡ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം, എന്താ വൈ ഗ്ലാസ് ആർ കോൾഡ് സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയാം. സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ലിക്വിഡ്സ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് കൂടെ പറയാം അമോർഫസ് സോളിഡ്സിന്. എന്തുകൊണ്ടാണ് വൈ ഗ്ലാസസ് ആർ കോൾഡ് മീൻസ് സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ആൻസർ പറയേണ്ടത് ബിക്കോസ് ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. ഓക്കെ,
ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു 6.5 പോയിന്റ് എങ്കിലും എന്തായാലും നിങ്ങൾ പഠിച്ചു നോക്കണം. അതിൽ സ്യൂഡോ സോളിഡ്സ് കറക്റ്റായിട്ട് നോക്കി വെക്കുക, ചില സമയം ചോദിക്കരുത്. ഇപ്പോൾ ഒരു 5-6 പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എന്താ വെച്ചാൽ ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.